വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ്. വിധവകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. അതായത് ഇന്ന് എൻ്റെ പ്രധാന വിഷയം വിധവ. അവർ സമൂഹത്തിൽ മാനിക്കപ്പെടുന്നുണ്ടോ? ഇതാണ് എൻ്റെ ടോപ്പിക്ക്. ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈയിടെ എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി അത് സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ആ പയ്യൻ ആക്സിഡൻറ്റിൽ മരിച്ചു. അവരൊറ്റയ്ക്കായി. സമൂഹം അവരെ ഇപ്പോഴും വളരെയധികം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ പയ്യൻ മരിക്കാൻ കാരണം ഇവരാണെന്നുള്ള ഒരു ഇതിലാണ് അവർ മാറ്റി നിർത്തുന്നത്. പക്ഷെ അതിൽ 2 കുട്ടികളുമുണ്ട്. ആ കുട്ടികളെ കൊണ്ട് അതിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വിധവ ആ ലേബൽ അതൊരു സ്ത്രീക്ക് ചാർത്തി കൊടുക്കുന്നത് തെറ്റല്ലേ? അത് തെറ്റാണ്. കാരണം മരണം എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത് അറിയില്ല. അടുത്ത ശ്വാസം നമ്മളിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മരണം എപ്പോഴും നമുക്ക് എവിടെയും സംഭവിക്കാം. അല്ലാതെ കുറേ നാൾ ജീവിച്ച് വയസ്സായി അങ്ങനെ അല്ല. ഇപ്പോഴത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പോകുമ്പോഴും ചിലപ്പോൾ ആക്സിഡൻറ്റ് നമുക്ക് സംഭവിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും വിധവ എന്ന ലേബൽ കിട്ടിയാൽ ഒരു നല്ല പ്രവൃത്തിയുടെ മുന്നിലും ഇവരെ കാണാൻ പാടില്ല. ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു കാര്യം അറിയാം. മകൻ വീട് വെച്ചു. പാൽ കാച്ചൽ ചടങ്ങ്. അമ്മ പാൽ കാച്ചുന്നിടത്ത് നിൽക്കുന്നത് മരുമകൾക്ക് ഇഷ്ടമില്ല. കാരണം അവർ വിധവയാണത്രേ. അവർ കഷ്ടപ്പെട്ട് അവരെ മകനെ വളർത്തി വലുതാക്കി മകന് എൻജിനീയറായി പൈസ നേടി വീട് ഉണ്ടാക്കി പാൽ കാച്ചലിന് അമ്മ അവിടെ നിൽക്കാൻ പാടില്ല. കാരണം അവർ വിധവയാണത്രേ. ഇതൊക്കെ തെറ്റല്ലേ? സമൂഹത്തിൽ ഇതെല്ലാം ഇങ്ങനത്തെ കുറേ ചീത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾക്ക് അതിനെതിരെ ശക്തിയായിട്ട് എതിർക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ മക്കളെയും കഷ്ടപ്പെട്ട് പണ്ടത്തെ കാലത്താണെങ്കിൽ 5-6 മക്കളൊക്കെ ഉണ്ടാവും. അവരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഓരോരുത്തരും ഓരോ വീടൊക്കെ വെച്ച് താമസിക്കുക. അമ്മമാർ വിധവയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് അത് വളരെയധികം തെറ്റായ കാര്യമാണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഞാൻ ഓരോ കുട്ടികളെ കണ്ടുമുട്ടുമ്പോഴും അവർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം ഇങ്ങനെയാണ്, ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ പാടില്ല, പുറത്തിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേനും എല്ലാവരുടെ കണ്ണുകളും അവളെവിടെ പോയാവോ, എന്താണ് അവളുടെ പരിപാടി, ഈ വക ദുഷിച്ച ചിന്തകളാണ് ആ കുട്ടികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഭാര്യയുടെ കുറ്റം കൊണ്ടാണ് മകന് ആക്സിഡൻറ്റ് പറ്റിയതെന്നും അങ്ങനെയല്ല. എന്ത് സംഭവിച്ചാലും വിധവ എന്നുള്ള ആ ലേബൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളുടെ സമൂഹത്തിൽ അവർക്ക് ജീവിച്ചു പോകാൻ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത്, സമൂഹം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടില്ല. കാരണം ഈ അധിക്ഷേപം കേട്ട് ഇവർക്കുണ്ടാകുന്ന കുട്ടികളും അതേ രീതിയിൽ വളരുകയാണ്. കാരണം ഈ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ല. ഒറ്റയ്ക്ക് പൊരുതാൻ ഇവർ തയ്യാറാണെങ്കിലും ആ പൊരുതുന്നതിൽ അവരെ തോൽപ്പിക്കാനായിട്ട് ഈ വക കുത്തുവാക്കുകളും അധിക്ഷേപങ്ങളും ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് വളരെയധികം അത് ദോഷം ചെയ്യുകയാണ്. നല്ലൊരു വസ്ത്രം ധരിച്ചാൽ, നല്ലൊരു ഫംഗ്ഷന് പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി തേടി പോയാൽ, ഒറ്റയ്ക്ക് പോയി ജോലി ചെയ്ത് വരാൻ വൈകിയാൽ, ഇങ്ങനെയൊക്കെയാണ് അധിക്ഷേപങ്ങളുടെ പ്രവാഹം. അപ്പോൾ ഈ സമൂഹം ഇങ്ങനെയൊന്നും അവരെ പറ്റി ചിന്തിക്കാനേ പാടില്ല. ആരും അവരെ പറ്റി അങ്ങനെ. ഇനി വിധവ ദുശകുനം. ഈ 21-ാം നൂറ്റാണ്ടിലും വിധവ ദുശകുനായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട്. എല്ലാ ജാതിയിലും സ്ത്രീകൾക്ക് പ്രഥമ സ്ഥാനമാണ് നൽകുന്നത്. സ്ത്രീകൾക്ക് ഒരു ഉന്നത സ്ഥാനം തന്നെയുണ്ട്. പക്ഷേ ഭാര്യ മരിച്ച ആളെ ഈ രീതിയിൽ ആരും കാണുന്നില്ല. അയാളും ഒരു തരത്തിൽ പാർട്ട്ണർ നഷ്ടപ്പെട്ട ആളല്ലേ. പക്ഷേ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കാണ് എല്ലാ കുറ്റങ്ങളും ഈ ലേബലിൽ നമ്മൾ ഇതാക്കുന്നത്. അതായത് ഭാര്യ മരിച്ച ഭർത്താവിനെ എല്ലാ രീതിയിലും അയാൾ ആ പ്രഥമ സ്ഥാനത്തിന് നിൽക്കുന്നു. സമൂഹം അയാൾ അംഗീകരിക്കുന്നു. ഈ വക വൃത്തികെട്ട ഒരു കാര്യങ്ങളും അയാളോട് പറയുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ വ്യത്യാസമാണ് ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന സമൂഹത്തിലെ ഈ വൃത്തികെട്ട രീതികൾ. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലോ നിങ്ങളുടെ അയൽവക്കത്തോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഭർത്താവ് മരിച്ച സ്ത്രീകളുണ്ടെങ്കിൽ അവർ കാരുണ്യപൂർവ്വം നോക്കുക, അവർക്ക് ഹെൽപ്പ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അവരെ അധിക്ഷേപിക്കുകയും അവരെ വേറൊരു കണ്ണുകൊണ്ട് നോക്കി അവരെ ജീവിതത്തിലേക്ക് തലയിട്ട് എപ്പോഴും നോക്കി സ്വസ്ഥത നശിപ്പിക്കുകയല്ല. ഇതെല്ലാം ഭാര്യ മരിച്ച കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചാലും സമൂഹം ഇങ്ങനെ പേരിട്ടാലും അവരെങ്ങനെയും ജീവിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത്തിരി തൻ്റെ ഇടം കൂടുതലാണ്. തൻ്റെ ഇടം വേണം. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ മക്കളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ മക്കളെ ഒരു അറ്റത്ത് എത്തിച്ച്
അവർക്ക് സുഖമായിട്ട് കഴിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഭാര്യ മരിച്ചെന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന പല രീതിയിലും പല കുട്ടികളും കാണുന്നുണ്ട്. ഭാര്യ മരിച്ച് ആളുകളാണെങ്കിൽ വേഗം തന്നെ അവർക്കൊരു കല്യാണം കഴിക്കാൻ വീട്ടുകാരും എല്ലാവരും ശ്രമിക്കും. പക്ഷേ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ തന്നെ അതൊരു ഭയങ്കര ഒരു എന്താണ് കുറ്റമായിട്ടാണ് കാണുന്നത്. അത് അനുവദിക്കില്ല ആളുകൾ. അത് വളരെയധികം പ്രശ്നത്തിലേക്കാണ് വരുന്നത്. വീട്ടുകാരാണെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങളും അവിടെ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കതൊന്നും താല്പര്യമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകേണ്ടതെന്ന് കരുതി ഈ കുട്ടികൾ രാപ്പകൽ കഷ്ടപ്പെടുമ്പോൾ അവരെ അധിക്ഷേപിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്നാണ് ഞാൻ പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടേണ്ട നേരത്ത് അവർക്ക് നൊമ്പരം പേറി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഭാര്യമാർ ആ സമൂഹം ഒന്ന് ചിന്തിക്കണം. പ്രാകൃതമായ ഈ അധിക്ഷേപങ്ങളും നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ലെന്നും അതേപോലെ തന്നെ അതെല്ലാം പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്ന ആളുകളോട് അത് ഒന്ന് നിർത്തിവെക്കാനും നമ്മളുടെ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീക്ക് ഒരു പിന്തുണ ഏകാനും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇടയ്ക്കായിട്ടൊരു സ്ത്രീ പറഞ്ഞ് ഭർത്താവ് മരിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വേറൊരാൾ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം അയാളുടെ ഉദ്ദേശം വേറെ ഉദ്ദേശമാണ്. പക്ഷെ അവരെ നല്ല തൻ്റെ അടുത്തോടുകൂടെ ആട്ടി ഓടിച്ച് അങ്ങനെ വരുന്ന കുറേ ആളുകളുണ്ട്. കാരണം ചൂഷണം ചെയ്യാൻ, സ്ത്രീനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹെൽപ്പിംഗ് ഇതുപോലെ ആയിട്ട്. അങ്ങനെയല്ല, അവരെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. അവരെങ്ങനെയും ജീവിക്കട്ടെ. അവർ പണിയെടുത്തോ കുട്ടികളെ വളർത്തിയോ അല്ലെങ്കിൽ അവർ ജോലിക്ക് പോയിട്ടോ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന അവരെ ഈ വിധവ എന്ന ആ ലേബലിൽ നിന്ന് അവരെ അത് മാറ്റി കൊടുത്താൽ മതി. അവർ ജീവിക്കും. അപ്പോൾ ഇത് സ്ത്രീകളോട് എനിക്ക് എപ്പോഴും കൺമുന്നിൽ കാണുന്ന കുറേ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറെല്ലാം തരാം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.